ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ ഹെയർ കെയർ റിലേറ്റഡ് ഒരു വീഡിയോ ആണ്. നമ്മളെ കമന്റ് ബോക്സിൽ ഒരുപാട് ചോദിച്ച കാര്യമാണ് ഏത് ഹെയർ ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ഹെയർ ടൈപ്പ് അനുസരിച്ചിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് ഹെയർ ഓയിൽ സെലക്ട് ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ അത്. അപ്പം അതിന്റെ മുന്നേ നമ്മുടെ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അതുപോലെ നമ്മൾ ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടും സ്കിൻ കെയർ റിലേറ്റഡ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹെയർ കെയർ ചലഞ്ചിന്റെ വീഡിയോ ചെയ്തിട്ട് അത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉള്ളതാണ്. അപ്പൊ എന്റെ ഒരു ടൈപ്പ് ഹെയർ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഗ്രോത്ത് വെക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഹെയർ ആയിരുന്നു. അപ്പം ഇത് ഗ്രോത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു 1 വീക്ക് ചലഞ്ചിന്റെ വീഡിയോ ആണ്. നല്ല റിസൾട്ട് ഉണ്ട്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു ഹെയർ ഓയിൽ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ കുറവായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ആഴ്ചയിൽ ഒരു 2 ടൈം ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പം എന്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഹെയർ ഓയിൽ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും, അതായത് ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ടോ ആഴ്ചയിൽ ഒരു ടൈം ആയിട്ടെങ്കിലും ഹെയർ ഓയിൽ യൂസ് ചെയ്യുക. ഹെയർ ഓയിൽ യൂസ് ചെയ്തതിനു ശേഷം അത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയും കൂടെ വേണം. അപ്പൊ നിങ്ങളുടെ ഏത് ടൈപ്പ് ഹെയർ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാച്ചാൽ ഷാംപൂ വാഷ് ചെയ്യണം. ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാത്തൊരു പ്രശ്നമാണ് നമുക്ക് ഇതേപോലെ നമ്മളെ സ്കാൽപ്പ് ഡേർട്ടൊക്കെ അടിഞ്ഞു കൂടുക, പൊടി വരിക, അതേപോലെ തന്നെ നമ്മുടെ ഭയങ്കരമായിട്ട് ഫ്രിസി ആവുക, അങ്ങനെ കുറെ പ്രശ്നങ്ങളിലേക്ക് മാറി വരുന്നത്. അപ്പൊ എന്താ വെച്ചാൽ നിങ്ങൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഹെയർ വാഷ് ചെയ്തിരിക്കണം, ഷാംപൂ വാഷ് ചെയ്തിരിക്കണം. ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന റോസ്മേരി തന്നെ തുടങ്ങാം. അപ്പൊ നമുക്ക് റോസ്മേരി ഓയിൽ വാങ്ങിക്കാൻ കിട്ടും. റോസ്മേരി ലീഫ് വെച്ചിട്ട് നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് വാട്ടർ ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ നമുക്ക് റോസ്മേരി അവൈലബിൾ ആണ്. ഈ ഒരു റോസ്മേരിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് നല്ല രീതിയിൽ വർക്കാവും. നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹെയർ ഗ്രോത്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര തിക്കായിട്ട് വരുന്നുണ്ട്, തീരെ മുടിയില്ലാത്തത് വളർന്നു വരുന്നുണ്ട്. പക്ഷെ കുറച്ച് ആളുകൾക്ക് ഒരു കുറച്ച് പെർസെന്റേജ് ഓഫ് ആളുകൾക്ക് ഒരു 20% ആളുകൾക്ക് ചെറിയൊരു പ്രശ്നം കൂടെ കാണിക്കുന്നുണ്ട്. ചില ആൾക്ക് മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കാൻ തുടങ്ങും. ചില ആളുകൾക്ക് ഈ ഒരു റോസ്മേരി അപ്ലൈ ചെയ്ത് തുടങ്ങിയാൽ മുടി ഇങ്ങനെ കൊഴിഞ്ഞു വരുന്ന പോലെ തോന്നും. ചില ആളുകൾക്ക് എന്ന് വെച്ചാൽ അത്യാവശ്യം ലെങ്ത് വെക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് അത് ഗ്രോത്ത് വെക്കാത്തൊരവസ്ഥയിൽ എപ്പോഴും ഇവിടെ എത്തുമ്പോഴേക്ക് ജസ്റ്റ് കട്ടായി ഫ്ലിറ്റന്റ് വന്നിട്ട് ഈ ഒരു ഏരിയ വെച്ച് തന്നെ കട്ടായിട്ട് പോകുന്ന ഒരു അവസ്ഥയും കൂടെ വരുന്നുണ്ട്. ഇതാണ് കൂടുതലായിട്ടും പറയാം നമുക്ക് റോസ്മേരി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, എങ്ങനെയാണ് കൂടുതലായിട്ട് മുടി ഡ്രൈ ആക്കാന്നുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഹെയറിന് പ്രശ്നം വരുന്നുണ്ട്, ഭയങ്കര ഡ്രൈ ആക്കുന്നുണ്ട്, മുടി പൊട്ടി പോകുന്നുണ്ട്, തീരെ ഗ്രോത്ത് വെക്കുന്നില്ല ഒരു അവസ്ഥയിലാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ നമുക്ക് ശരിക്കും റോസ്മേരി നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് തരുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തണം. ആ രീതിയിൽ ചേഞ്ച് വരുത്തിയാൽ തന്നെ നമുക്ക് അത് കുറച്ചും കൂടി നമ്മളെ സ്കാൽപ്പിൽ നിർത്താൻ വേണ്ടിയിട്ടും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ റോസ്മേരി ലീഫ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആ രീതിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അത് ഹെയറിൽ ഉപയോഗിക്കാം. നമ്മൾ റോസ്മേരി സ്പ്രേ ഒക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ ഉപയോഗിക്കാം. അല്ലാത്ത ആളുകൾ നിങ്ങൾ എസെൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കരിയറിന്റെ ഓയിലിന്റെ ഒപ്പം 2-3 ഡ്രോപ്സ് മാത്രം യൂസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യുക. അല്ലാതെ നിങ്ങൾ റോസ്മേരി ഓയിൽ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഓയിൽ, ഏത് ഓയിലാണെന്ന് നിങ്ങൾ കാച്ചിയ എണ്ണയോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ അങ്ങനെ എന്ത് ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിലേക്ക് 2-3 ഡ്രോപ്സ് വെച്ചിട്ട് വേണം ഈ ഒരു റോസ്മേരിന്റെ ഈ ഒരു എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഡയറക്റ്റ് യൂസ് ചെയ്യരുത്. ഡയറക്റ്റ് യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരേ റിസൾട്ട് അല്ല വരുന്നത്. കുറച്ചും കൂടി ഭയങ്കര തിൻ ആയിട്ടുള്ള ഹെയർ, അത് ഓയിലി സ്കാൽപ്പുള്ളവർക്കൊന്നും വലിയ പ്രശ്നങ്ങൾ കാണിക്കുന്നില്ല, അത് നല്ല രീതിയിൽ റിസൾട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഭയങ്കര തിന്നായിട്ട് സ്കാൽപ്പ് നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആകുമ്പോൾ ഒരു ടൈപ്പ് ഹെയറിനെ നല്ല രീതിയിൽ നമ്മൾ ഈ റോസ്മേരി ഡ്രൈ ആക്കി മാറ്റും. ചില ആളുകൾക്ക് ഈ ഡ്രൈ ആക്കി മാറ്റി കഴിഞ്ഞാൽ അത് പൊഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ റോസ്മേരി നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഈ ഒരു രീതിയിൽ വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് തരുന്നതാണ്. പക്ഷെ ഇത് എല്ലാ ടൈപ്പ് ഹെയറിനും ഒരേപോലെയല്ല ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അടുത്ത നമ്മൾ കോക്കനട്ട് ഓയിലിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. ഈ ഒരു കോക്കനട്ട് ഓയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾ കുറച്ചും കൂടി ഹൈലി പോറസ് ആയിട്ടുള്ള ഹെയർ ആണ് നിങ്ങളതെങ്കിൽ അതിനാണ് കുറച്ചും കൂടി കോക്കനട്ട് ഓയിൽ യൂസ് ആവുക. ഈ ഒരു ഹൈലി പോറസ് ആയിട്ടുള്ള ഹെയറിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഓയിലാണ്. ഭയങ്കര നമ്മൾ കാസ്റ്റർ ഓയിലൊക്കെ പോലെ ഭയങ്കര തിക്കായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലാതെ. ഇനി വെർജിൻ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ അത് കുറച്ചും കൂടി ഒരു കൊഴുപ്പ് കുറഞ്ഞ ഒരു ഓയിലും കൂടി ഇരിക്കും. അപ്പൊ നിങ്ങൾ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലോ എന്ത് ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ ഈ ഒരു ഹൈലി പോറസ് ആയിട്ടുള്ള ഹെയറിനായിരിക്കും കുറച്ചും കൂടി സൂട്ട് ആവുക എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹൈലി പോറസ് ആയിട്ടുള്ള ഒരു ഹെയറിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യൂട്ടിക്കിൾ എപ്പോഴും ഓപ്പൺ ആയിരിക്കും. അപ്പൊ നമ്മളിപ്പോ എന്ത് അതിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു ക്യൂട്ടിക്കിൾ ജസ്റ്റ് അത് വലിച്ചെടുക്കും. ദെൻ അത് കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ പുറത്തേക്ക് ഒഴിവാക്കി ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളത്തിലേക്ക് കിടക്കുമ്പോൾ ഒരു വെള്ളം ആയി കഴിഞ്ഞാൽ കുറച്ച് നേരം വെള്ളം അതിനുള്ളിൽ നിൽക്കും. ദെൻ അത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ അത് ഡ്രൈ ആയി പോകും. അപ്പോൾ ഉള്ളോട്ട് കയറും ചെയ്യും, അതുപോലെ തന്നെ ക്ലോസ് ആവും ചെയ്യും. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്യൂട്ടിക്കിൾ ഹൈലി പോറസ് ആയിട്ടുള്ള ഹെയറിന്റെ ക്യൂട്ടിക്കിൾ വരുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു കോക്കനട്ട് ഓയിൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഓയിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ക്യൂട്ടിക്കിളിനുള്ളിലേക്ക് കൂടുതലായിട്ട് പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കോക്കനട്ട് ഓയിൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കൂടുതലായിട്ട് വെള്ളം കടന്ന് ഡ്രൈ ആക്കാതെ ഒരു അവസ്ഥയിലേക്ക്, അതായത് ആ ഒരു ഓയിൽ പെട്ടെന്ന് ഒഴിവായി പോകാത്ത അവസ്ഥയിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടും കൂടെ ഈ ഒരു കോക്കനട്ട് ഓയിലിനെ കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങളത് ഹൈലി പോറസ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഹൈലി പോറസ് ആയിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുന്ന ഹെയർ നമ്മൾ കൂടുതൽ ടൈം വാഷ് ചെയ്തെന്ന് പറയും. എങ്ങനെ എപ്പോഴും ഇങ്ങനെ വാഷ് ചെയ്യേണ്ട, ആഴ്ചയിൽ 2 തവണയോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ടൊക്കെ വാഷ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ഒന്നാമത് ഈ ഒരു ക്യൂട്ടിക്കിൾ ഓപ്പൺ ആയിട്ട് കിടക്കുമ്പോൾ കൂടുതലായിട്ട് ഇതിലേക്ക് വെള്ളം
വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ചും കൂടി നമുക്കെന്താ വെച്ചാൽ അത് പെനിട്രേറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു സമയം കിട്ടില്ല, അത് മോയ്സ്ചർ ലോക്ക് ചെയ്യൂല, അത് അതേപോലെ തന്നെ വാനിഷ് ആയി പോകും. അപ്പൊ ഇങ്ങനെ വരുന്നതിനെ കൊണ്ട് തന്നെ നമുക്കെന്ന് വെച്ചാൽ നമുക്കൊരു മോയ്സ്ചർ ലോക്ക് ചെയ്യാനുള്ള ഒരു അവസ്ഥ വരുന്നില്ല. അപ്പൊ എപ്പോഴും വെള്ളം കയറും ഒഴിവാകും എന്നുള്ള ഒരു അവസ്ഥയിൽ തന്നെ അപ്പൊ നമുക്ക് കുറച്ചും കൂടി നമ്മളെ മുടി ഡ്രൈ ആവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ക്യൂട്ടിക്കൽ ഡാമേജ് ആവാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് കൂടുതൽ നനയ്ക്കേണ്ടെന്ന് പറയുന്നത്. അതായത് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്യേണ്ട, ആഴ്ചയിൽ 1-2 തവണ ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ചെയ്താൽ മതി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പെനിട്രേറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോക്കനട്ട് ഓയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഹെയർ ആണെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ കുറച്ചും കൂടി ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. വരുന്നത് ഒലിവ് ഓയിൽ ആണ്. നിങ്ങൾ ഒലിവ് ഓയിൽ ആണ് യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ അതാണ് യൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്ത് നിൽക്കുന്ന ആളെങ്കിൽ നമുക്ക് അത് മനസ്സിലാക്കാതെ കുറച്ചും കൂടി കോക്കനട്ട് ഓയിലിനെക്കാളും കുറച്ചും കൂടി തിക്ക് ആയിട്ടുള്ള ഓയിലാണ് ഒലിവ് ഓയിൽ എന്ന് പറയുന്നത്. ഈ ഒരു ഒലിവ് ഓയിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു ഹീലിംഗ് കപ്പാസിറ്റിയും കൂടെ ഉള്ള ഒരു ഓയിലാണ് നമ്മൾ ഈ ഒരു ഒലിവ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളെ മുടി ഇതേപോലെ തന്നെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് അത്ര കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതേപോലെ എന്തെങ്കിലും ഒരു ഓയിലിനൊപ്പം ആഡ് ചെയ്തിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോക്കനട്ട് ഓയിലിന് ഒരു ഹീലിംഗ് കപ്പാസിറ്റി ഇല്ല. അതായത് നമ്മളിപ്പം ഈ ഒരു ക്യൂട്ടിക്കിളിലേക്ക് നമ്മൾ ഈ ഒരു ഓയിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ആ ഒരു ക്യൂട്ടിക്കിൾ കുറച്ച് നേരം ക്ലോസ് ചെയ്ത് വെക്കാനുള്ള ഒരു പവർ ഈ ഒരു കോക്കനട്ട് ഓയിലാണ്. പക്ഷേ ഈ ഒരു ഒലിവ് ഓയിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യൂട്ടിക്കിൾ കുറച്ച് നേരം ക്ലോസ് ചെയ്ത് വേറെ ഒന്നിലേക്ക് ഉള്ളോട്ട് കടത്തിയിടാതെ കുറച്ച് ഹീലാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മൾ ഈ ഒരു ഒലിവ് ഓയിൽ എന്നുള്ള. ഒരു ഒലിവ് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ ആയിട്ട് ഭയങ്കര തിന്നായിട്ടുള്ള ഹെയർ ആണ്, തീരെ തിന്നായിട്ടുള്ള ഒരു ഹെയർ ആണ് നിങ്ങളതെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട. ഇതേപോലെ നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്ത് ഉപയോഗിക്കാൻ ഡയറക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു അതിന്റെ ഒരു വെയിറ്റ് തന്നെ നമുക്ക് അതേപോലെ ചിലപ്പോൾ ഊർന്നിറങ്ങി മുടി ഇങ്ങനെ അതേപോലെ ഇങ്ങനെ പോന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ വെച്ചാൽ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് വേണം ഈ ഒരു ഒലിവ് ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത നമ്മൾ നല്ലെണ്ണ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്ന ഒരു കാര്യമാണ് നല്ലെണ്ണ എന്ന് പറയുന്നത്. നല്ലെണ്ണ ഉപയോഗിക്കുമ്പോൾ അതേപോലെ നമ്മൾ ഈ ഒരു പെനിട്രേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പോലും അതൊരു ഹീലിംഗ് അല്ല വരുന്നത്. അത് എപ്പോഴും ഇങ്ങനെ ഒരു കോട്ടിങ് ഇങ്ങനെ നിന്നുകൊണ്ട് നിൽക്കും. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ കൂടുതലായിട്ട് ഷാമ്പു യൂസ് ചെയ്യുന്നതിന് കൂടുതൽ കണ്ടീഷണർ യൂസ് ചെയ്യുന്നുണ്ട്, ഈ രീതിയിൽ ഹെയർ വാഷ് ചെയ്ത് കളയേണ്ടി വരും. അങ്ങനത്തെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നല്ലെണ്ണന്റെ കാര്യത്തിൽ വരുന്നത്. പക്ഷെ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ ഭയങ്കര ഫ്രിസി ആയിട്ടും ഡ്രൈ ആയിട്ട് ഹെയർ ആണ്, ഒട്ടും നീളുന്നില്ലാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഈ ഒരു പ്രശ്നമാണ് പെനിട്രേറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളിപ്പോ നേരത്തെ ഒലിവ് ഓയിലിന്റെ കാര്യം പറഞ്ഞ പോലെ ആ ഒരു ഹീലിംഗ് കപ്പാസിറ്റി അവിടെ വരുന്നില്ല. അതായത് കുറെ നേരം ലോക്ക് ആയിട്ട് വെക്കുന്ന രീതിയിൽ നമ്മൾ സിറൊക്കെ യൂസ് ചെയ്യുമ്പോൾ പുറത്ത് ഇങ്ങനെ ഒരു കോട്ടിംഗ് പോലെ ഈ ഒരു രീതി നിൽക്കുന്ന രീതിയാണ് നമ്മൾ നല്ലെണ്ണക്ക് വരുന്നത്. നിങ്ങളെ ഹെയർ നല്ല രീതിയിൽ സ്ട്രെയിറ്റൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഹീറ്റിംഗ് പ്രോസസ് ഒക്കെ ചെയ്തൊരു ഹെയർ ആണ് നിങ്ങളതെങ്കിൽ സൺബേൺ അടിച്ചിട്ട് ഒരു ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലെണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഈ കോക്കനട്ട് ഓയിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വെയിറ്റ് കൂടിയ ഹെയർ ഓയിൽ ആണ്, അതേപോലെ പെനിട്രേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്, ഡ്രൈ ആൻഡ് ഫ്രിസി ആയിരുന്നു കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഹെയർ ആണ് നമുക്ക് ഈ ഒരു നല്ലെണ്ണ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് വെക്കാൻ വേണ്ടി കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആ പുറത്ത് അതിന്റെ ഒരു കോട്ടിംഗ് ഉണ്ട് എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ വരുള്ളൂ. നിങ്ങൾ ആ ഹെയർ വാഷ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ അത് കുറച്ച് ഒരു ഒതുക്കം വന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിൽ നല്ലെണ്ണ ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഭയങ്കര ഇതേപോലെ ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ സൺബേൺ ഒക്കെ അടിച്ചിട്ട് ഡാമേജ് ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് നല്ലെണ്ണ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ആൽമണ്ട് ഓയിൽ ആണ്. ആൽമണ്ട് ഓയിൽ ആണെങ്കിൽ കുറച്ചും കൂടി ലോ പൊറോസിറ്റി ഹെയറിനാണ്. ഹൈ പൊറോസിറ്റി ഹെയർ അങ്ങനെ ഉപയോഗിക്കേണ്ടതാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ലോ പൊറോസിറ്റി ഹെയറിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്യൂട്ടിക്കിളിലേക്ക് പെനിട്രേറ്റ് ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ് നമ്മൾ ഈ ഒരു ആൽമണ്ട് ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ നല്ല രീതിയിൽ ഒരു തിന്നായിട്ടുള്ള ഹെയർ ആണ്, ഭയങ്കര തിന്നായിട്ടുള്ള ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. പക്ഷെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഉണ്ടാവില്ലേ, ഭയങ്കര ഡ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ അങ്ങനെ കൂടുതൽ പറ്റില്ല, സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആക്കുന്നത്, അങ്ങനത്തെ ഹെയർ ആണെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. ലോ പൊറോസിറ്റി ഹെയറിനാണ് കുറച്ചും കൂടി ആൽമണ്ട് ഓയിൽ ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി, അതിന്റെ റിസൾട്ട് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കിട്ടുക നിങ്ങൾക്ക് ഒരു ലോ പൊറോസിറ്റി ഹെയറിനാണ്. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ ലോ പൊറോസിറ്റി ഹെയർ ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാച്ചാൽ ഈ ഒരു ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യുക, നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് തരുന്നതാണ്. അതുപോലെ നിങ്ങളെ ഹെയർ ഭയങ്കര തിന്നായിട്ടുള്ള ഹെയർ ആണ്, തീരെ ഭയങ്കര തിന്നായിട്ട് ടൈപ്പ് ഒരു ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓയിൽ നമ്മൾ ആൽമണ്ട് ഓയിൽ ആയിരിക്കും. എന്നുവെച്ചാൽ തീരെ വെയിറ്റ് തോന്നിക്കില്ല, നമ്മൾ കാസ്റ്റർ ഓയിൽ ഒക്കെ യൂസ് ചെയ്താൽ കുറച്ചുകൂടി വെയിറ്റ് തോന്നിക്കില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് ഈ ഒരു ആൽമണ്ട് ഓയിലിൽ വരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര തിന്നായിട്ട് ലോ പൊറോസിറ്റി ഹെയർ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ആൽമണ്ട് ഓയിൽ. അടുത്ത് വരുന്നത് കാസ്റ്റർ ഓയിൽ ആണ്. കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ്. അപ്പോൾ നിങ്ങളത് ഭയങ്കര തിൻ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്തിനപ്പുറം ആഡ് ചെയ്ത് നിങ്ങൾ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടി. ഡയറക്റ്റ് നിങ്ങൾ ഭയങ്കര ഓയിലി ടെക്സ്റ്റുള്ള മുടിക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല. ഭയങ്കര തിൻ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മുടി ഇങ്ങനെ കൊഴിഞ്ഞാൽ ഒരു വെയിറ്റ് കാരണം മുടി കൊഴിഞ്ഞു പോകാനുള്ള ഒരു അവസ്ഥ വരും. അതായത് കൂടുതൽ നേരം ഇത് പെനിട്രേറ്റിംഗും ആണ്, അതുപോലെ തന്നെ ഹീലിംഗ് ഉള്ള ഒരു പ്രോസസ്സിനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ മുടി ഊർന്ന് പൊട്ടി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ബ്രേക്ക് ആവില്ല, അങ്ങനെ ഊർന്ന് വരുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മുടി പൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡയറക്റ്റ് യൂസ് ചെയ്യുന്നവരെ എന്തെങ്കിലും ഒപ്പം യൂസ് ചെയ്യുക. അത് വെച്ചാൽ കുറച്ച് തിക്കായിട്ടുള്ള ഒരു ഹെയർ ഓയിൽ അതിനെക്കൊണ്ട് തന്നെയാണ്. പക്ഷെ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലും കൂടിയാണ് കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് വേണമെങ്കിൽ കാസ്റ്റർ ഓയിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പക്ഷെ നിങ്ങൾ തീരെ ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ പെട്ടെന്ന് ഉപയോഗിക്കും, ഡയറക്റ്റ് ഉപയോഗിക്കരുത്, എന്തിന്റെ ഒപ്പം മിക്സ് ചെയ്തിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഓയിൽസിനെ പറ്റി നമ്മളിപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഹെയർ ടൈപ്പ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക. ഹെയർ ടൈപ്പ് മനസ്സിലാക്കാനുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഐക്കാർഡിലോ കൊടുക്കുക. നിങ്ങൾ അത് കയറി കണ്ടു
നോക്കുക, അതിനനുസരിച്ച് നിങ്ങളെ മുടി ഏതാണ് നിങ്ങളെ ഹെയർ ടൈപ്പിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് വേണം ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹെയർ ഓയിൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഇഷ്ടം കൂടെ നോക്കുക, അതായത് നമ്മളെ ഹെയറിന് ഇത് പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഹെയർ ടൈപ്പിനനുസരിച്ചിട്ട് കുറച്ച് ഹെയർ ഓയിൽ അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക ഇതിനൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ഏതാണോ റിസൾട്ട് ഉള്ളത്, അതായത് കുറച്ചും കൂടി ഈ രീതിയിൽ തേക്കുമ്പോൾ എന്റെ മുടി കുറച്ചും കൂടി സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്, അപ്പൊ നമ്മളൊരു ഇത് വെച്ചിട്ട് രീതി വെച്ചിട്ട് അത് എടുക്കുക. അല്ലാതെ ഞാനത് പറഞ്ഞു എന്നുള്ള രീതിയിലല്ല ഉപയോഗിക്കണം. നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപയോഗിക്കാൻ പറ്റിയതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാൽ കോക്കനട്ട് ഓയിൽ ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക, ചിലപ്പോൾ അതിന്റെ സ്മെല്ലായിരിക്കും ചില ആളുകൾക്ക് ഇഷ്ടം ഉണ്ടാവുക. അതാണെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ചോളാം. ചില ആളുകൾക്ക് നമ്മുടെ മുടി എങ്ങനത്തെ ടൈപ്പ് ഹെയർ ആണെങ്കിൽ ചെറുത് ഭയങ്കര വെയിറ്റ് ആയിട്ടുള്ള ഹെയർ ഓയിൽ നിങ്ങൾക്ക് പറ്റില്ല. ചിലപ്പോൾ അതിന്റെ സ്മെല്ലിന്റെ പ്രശ്നമായിരിക്കും, ചിലപ്പോൾ നമുക്ക് നീരിറക്കത്തിന്റെ പ്രശ്നം, അങ്ങനെ പല പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം നോക്കിയിട്ട് വേണം ഹെയർ ഓയിൽ, നിങ്ങളെ ഇഷ്ടവും അതുപോലെ നിങ്ങളെ മുടി നിങ്ങളെ സ്കാൽപ്പ് ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ഹെയർ ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഹെയർ ടൈപ്പിന് പറ്റിയ ഹെയർ ഓയിൽ സെലക്ട് ചെയ്യാനുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സ് ഷെയർ ചെയ്തെടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.